വനമന്ത്രിക്ക് പ്രതിഷേധങ്ങളെ ഭയമാണോ? ജനവികാരത്തിൽ നിന്നും AK ശശീന്ദ്രൻ ഒളിച്ചോടി. ഇടുക്കി പീരുമേട് വനം വകുപ്പിന്റെ എക്കോ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി അത് ചെയ്യാതെ മടങ്ങി. എക്കോ ഷോപ്പിന് 1.5 കിലോമീറ്റർ അകലെ എത്തിയ ശേഷമാണ് മന്ത്രിയുടെ മടക്കം. ജെയിൻസ് രാജു വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വനം മന്ത്രിക്ക് ഭയം? ശാശ്വത പരിഹാരം വേണമെന്ന് മലയോര മേഖലയിലുള്ളവർ, വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ നിരവധി തവണയായി ആവശ്യപ്പെടുന്നു. പല കാര്യങ്ങളിൽ ജീവനുകൾ നിരവധി പൊലിയുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വനം മന്ത്രിക്ക് ഇതിനെ അഭിമുഖീകരിക്കാൻ ഭയം? തീർച്ചയായിട്ടും മോത്തി, ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലാണ് വനം വകുപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ജനവികാരങ്ങളിൽ നിന്നും ജനങ്ങളുടെ പ്രതിഷേധങ്ങളിൽ നിന്നും എത്ര നാളൊരു മന്ത്രിക്ക് ഒളിച്ചോടാൻ കഴിയും എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇന്നലെ കുട്ടിക്കാനത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അവിടെ 2 പരിപാടികളാണ് മന്ത്രിക്ക് ഉണ്ടായിരുന്നത്. കുട്ടിക്കാനത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പൈൻ ഫോറസ്റ്റിന് സമീപം തട്ടത്തിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ വനം വകുപ്പിൻ്റെ എക്കോ ഷോപ്പ്, അവിടെ ലഘുഭക്ഷണങ്ങളും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയ ഷോപ്പാണ് അവിടെ ഉള്ളത്. മന്ത്രിയുടെ പോസ്റ്റർ അടിച്ച് ഫ്ലെക്സ് അടിച്ച് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച പരിപാടിയാണ്. മന്ത്രി അവിടെ IBയിൽ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരെ അവിടെ വെച്ച് കാണുകയും ചെയ്തതാണ്. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ വെളിപ്പാട് അകലത്ത് മാത്രമാണ് ഈ പരിപാടി നടക്കുന്ന സ്ഥലമുള്ളത്. പക്ഷേ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ജനപ്രതിനിധികളടക്കം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിപ്പോയത്. നമുക്കറിയാം, ആ ഭാഗത്ത് അവിടെ ഒരു മേരിഗിരി സ്കൂളുണ്ട്. ആ സ്കൂളിന് സമീപം ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് സമീപത്തേക്ക് കാട്ടാന ഓടി വരുന്ന വാർത്തകളൊക്കെ നമ്മൾ നൽകിയതാണ്. അതിന് സമീപമാണ് ഈ പരിപാടി നടക്കുന്നത്. സ്വാഭാവികമായും സ്കൂളിലെയും കോളേജിലെയും കുട്ടികളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകും എന്നൊരറിവ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് ഒളിച്ചോടി അല്ലെങ്കിൽ അവിടെ നിന്ന് മടങ്ങിപ്പോയത്. അവസാന ഘട്ടത്തിൽ ഇത് ഓൺലൈനായിട്ടെങ്കിലും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ സാങ്കേതിക തകരാറ് മൂലം അതിനും കഴിഞ്ഞില്ല. അവിടെ നിരവധി പേർ ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നതിനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരടക്കം നിവേദനം നൽകി ഇതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു. അവർക്ക് മുന്നിലേക്ക് പോലും എത്താതെയാണ് മന്ത്രി മടങ്ങിപ്പോയത്. എല്ലാം ശരിയാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ അധികാരത്തിൽ ഏറ്റവരാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടവരാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത് എന്നതാണ് നഗ്നമായ സത്യം. ഇത് എത്ര പ്രാവശ്യം, എത്ര തവണ, എത്ര കാര്യങ്ങളിൽ നിന്ന് ഇവരൊക്കെ ഒളിച്ചോടുമായിരിക്കും? തീർച്ചയായിട്ടും ഇത് പലതവണ മന്ത്രി AK ശശീന്ദ്രൻ ജില്ലയിൽ വന്നതാണ്. ജില്ലയിലെ വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. RRT സംവിധാനം പീരുമേട്ടിലടക്കം RRT ഒരുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞു പോയതല്ലാതെ അതിനകത്ത് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇനി മന്ത്രിക്ക് ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ വിശദീകരിക്കേണ്ടി വരും. ആ വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടികളിൽ നിന്നൊക്കെ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും എത്ര നാൾ അദ്ദേഹത്തിന് ഇങ്ങനെ മന്ത്രി ഓഫീസിലിരുന്ന് മാത്രം ഈ ഭരണം നടത്താൻ കഴിയും എന്ന ചോദ്യം ഉയരുന്നുണ്ട്. 5 വർഷം കഴിയുമ്പോഴാണെങ്കിലും ജനങ്ങൾക്ക് മുന്നിലേക്ക് വരേണ്ടതല്ലേ എന്ന സ്വാഭാവികമായ ചോദ്യം ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ഉയർത്തുന്നുണ്ട്. മോത്തി.